ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം നാടകമേ ഉലകം നമസ്കാരം. ഈ പോക്കാണെങ്കിൽ CPIയിൽ നേരറിയാൻ CBI വരേണ്ടി വരും. അരിവാളും അരിയാഹാരവും ഉപേക്ഷിച്ച് ധീര ദിവാകര സഖാവിന് കോഴിയും ശീലമാക്കാം. വെറും ശശിയായി മാറിയ വെഞ്ഞാറമൂട് ശശിക്ക് ഇനി വെഞ്ഞാറമൂട്ടിലെ CPMനെ രണ്ടാക്കി CPIയിൽ പോയ നേതാക്കളോട് പകരം വീട്ടാൻ CPIയെ രണ്ടാക്കി CPMന് വളമാകാം. തോൽവി ശീലമാക്കിയ ശ്രീരാമചന്ദ്രൻ നായർക്ക് രാഷ്ട്രീയ വനവാസത്തിന് അമേരിക്കയിലും പോകാം. ആണും പെണ്ണും കെട്ടവൻ പാർട്ടിയുടെ തലപ്പത്ത് വന്നാൽ വളർച്ച കീഴോട്ടാകുമെന്ന് കളിയാക്കിയ ചന്ദ്രചൂഡ സഖാവിനോളം വിശേഷിപ്പിക്കാൻ നാടകമേ ഉലകം മുതിരുന്നില്ല. പകരം അന്യൻ രവീന്ദ്രൻ്റെ ആകാരവടിവിലേക്ക് നോക്കി രണ്ട് വാക്ക്, ഒരൊറ്റ വാചകം: മുടിയനായ പുത്രൻ. ബെന്നറ്റ് എബ്രഹാം സ്വന്തം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നുണപരിശോധനാ യന്ത്രം വാങ്ങാൻ മനസ്സു കാണിക്കണം എന്നപേക്ഷിച്ച് ഇന്ന് തുടങ്ങുന്നു. സ്വാഗതം സുൽത്താൻ ഗോൾഡ് നാടകമേ ഉലകത്തിലേക്ക്. രാഷ്ട്രീയത്തിൽ PK മാർ ഒരുപാടാണ്. PK വാസുദേവൻ നായർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്ബ്, PK ബഷീർ, PK ജയലക്ഷ്മി, PK ശ്രീമതി ടീച്ചർ, അങ്ങനെ. ഇപ്പോൾ ബോളിവുഡിലും ഒരു PK വരുന്നു. ഒരു റെയിൽപാളത്തിന് നടുവിൽ ഉടുതുണിയില്ലാതെ ഒരൊറ്റ റേഡിയോയുടെ മറവിൽ ആമിർ ഖാൻ നിൽക്കുന്ന ചിത്രമാണ് ആദ്യം പുറത്തു വന്നത്. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ചിത്രവുമായി ചേർന്ന് നിൽക്കുന്ന ഒരൊറ്റ PKയെ കേരള രാഷ്ട്രീയത്തിലുള്ളൂ. അധിക ബാച്ചിലെ അധിക പ്രസംഗം കണ്ട് ആദ്യ പിടിച്ചു നിൽക്കുന്ന ആ PK ഈ PKയാണ്. காசு பணம் கொட்டு மணி காசு பணம் கொட்டு மணி காசு பணம் கொட்டு மணி காசு பணம் கொட்டு മണി. ക്രമക്കേട് എന്ന് പറയുമ്പോൾ സർക്കാർ ഭാഗത്ത് നിന്ന് ക്രമക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു കാരണമാണ്. ഇവിടെ 2-3 കാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് സാമ്പത്തിക കാരണം നമ്മളൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് ജാതി മത ശക്തികളെ പ്രീണിപ്പിക്കുക എന്നുള്ള വലിയൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ആർക്ക് കൊടുത്തു, ആര് വാങ്ങി എന്ന് പറയണം. ഇത് വീതം വെപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും പൈസ കൊടുക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. വേറെ ചില ആൾക്കാരെ രാഷ്ട്രീയമായിട്ടൊക്കെ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ശ്രമങ്ങൾ നന്നായിട്ട് നമ്മൾ ലിസ്റ്റുകൾ കാണുന്നു. സ്കൂളുകൾ അനുവദിക്കേണ്ടതും ബാച്ചുകൾ അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് പ്രോപ്പർ ചാനലിൽ അപേക്ഷ ക്ഷണിക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു. അതിനനുസരിച്ച് സബ് കമ്മിറ്റിയും ക്യാബിനറ്റും തീരുമാനമെടുക്കുന്നു. അതിനനുസരിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നു. വാർത്തകൾ മാറുന്ന വേഗം കാലാവസ്ഥയ്ക്ക് പോലുമില്ല. കണ്ടുകണ്ടിരിക്കുന്നവരെ പെട്ടെന്ന് കാണാതാകുന്നു. പുതിയ കാഴ്ചകൾ തെളിയുന്നു. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. ഇടതുമാറി വലതു ചവിട്ടി നാളേറെ കഴിയും മുൻപേ അടവുമാറി പലതു പറയുകയാണ് സഖാവ് ചന്ദ്രചൂഡാമണി. പിന്നണിയിൽ എന്തെങ്കിലും നടന്നിട്ടാണോ എന്നറിയില്ല,
മുന്നണി മാറ്റം വേണ്ടായിരുന്നുവെന്നാണ് കക്ഷിയുടെ 100 ചുവപ്പൻ നാവ്. കക്ഷിയുടെ അഭിപ്രായമാണ്, പക്ഷത്തിൻ്റെ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. UDF പ്രവേശനത്തെക്കുറിച്ച് ആകപ്പാടെ 2 ഇടത്തു മാത്രമുള്ള പാർട്ടിക്ക് 2 അഭിപ്രായം. മാറ്റത്തിൽ നിന്ന് ഇനിയുമൊരു മാറ്റം വേണമെന്ന് 6 പിരിഞ്ഞ് പാരമ്പര്യമുള്ള 6 SP-യുടെ ദേശീയ മുഖം ചന്ദ്രചൂഡൻ എന്തുകൊണ്ടാവും പറയുന്നത്? കൂടുതൽ പറയാൻ ആ മാന്യദേഹത്തെ നാടകമേയുലകം ഒപ്പം കൂട്ടുന്നു. ശ്രീ ചന്ദ്രചൂഡൻ, സ്വാഗതം. ഇനിയും മുഖവുരകളൊന്നുമില്ലാതെ ആദ്യ ചോദ്യത്തിലേക്ക്. 6 SP-യുടെ മലമറിക്കലുകളെയും മലക്കം മറിച്ചിലുകളെയും താത്വികമായി എങ്ങനെ അവലോകനം ചെയ്യാം? ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഇതൊരു വല്ലാത്ത ഒരു അന്തരാളമാണ്, വൈരുദ്ധ്യമുണ്ട് ഇതിൽ. ഇതൊരു നയമാറ്റമായിട്ട് പാർട്ടി കാണുന്നില്ല. കാരണം നയങ്ങളിലൊന്നും വൈജാത്യമില്ല. നേരെ മറിച്ച് ഒരു അപഭ്രംശം സംഭവിച്ചു കേരളത്തിലെ പാർട്ടിക്ക്. അപ്പോൾ പിന്നെ ശരിക്കും എന്താണ് സംഭവിച്ചത്? അരുതാത്തത് എന്തായാലും സംഭവിച്ചു, മുന്നണി മാറ്റം. അങ്ങനെയെങ്കിൽ ഇനിയും എന്തിനാണ് മുന്നണി മാറ്റം ആലോചിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യം വന്നേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു റാഡിക്കലായ മാറ്റമല്ല, ഇനിയും മാറാം അല്ലേ? അങ്ങനെയും പറയാം. വീണ്ടും ഇടത്തോട്ട് കണ്ണും നട്ടിരിപ്പാണെന്ന് വാർത്ത കൊടുക്കാൻ സമയമായി എന്നർത്ഥം. ഞാൻ മുൻകൂട്ടി അനൗൺസ് ചെയ്യൊന്നും വേണ്ട. കാരണം ഒരിക്കൽ അനൗൺസ് ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചാണല്ലോ. അനൗൺസ് ചെയ്യാൻ ഉടനെ ഇടപെടലുണ്ടാവും. ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണോ? ഇപ്പോൾ ഈ തീരുമാനങ്ങൾ ഇങ്ങനെ നിൽക്കട്ടെ. ദേശീയ സമ്മേളനത്തിന് മുമ്പായിട്ട് ഇതിനെന്തെങ്കിലും മാറ്റം വരും. മാറ്റം എന്നുദ്ദേശിച്ചത് പിളർപ്പ് എന്നായിരിക്കും അല്ലേ? ഓ, അടുത്ത മാറ്റം പിളർന്നു മാറ്റമായിരിക്കുമോ എന്ന്? നോ. ശരി. ഇനി ഇടത്തോട്ട് പോക്കാണ് ലക്ഷ്യമെങ്കിൽ അത് വടികൊടുത്തടിവാങ്ങലല്ലേ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു തരം ചോദിച്ചു വാങ്ങലല്ലേ? നോ, ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ഉദ്ദേശമില്ല. ഇനി അഥവാ ഇടതു മുന്നണിയിലേക്ക് പോയാൽ ഷിബുവും കൂട്ടരും കൂടെ വരുമോ? വരണം. ഇങ്ങനെ പോയാൽ ഇനി എങ്ങനെയാണ് പാർട്ടിയുടെ പോക്ക്? ഇത് തള്ളി പോവാണ്. ഷിബു ബേബി ജോൺ കൂടി വന്നപ്പോൾ പാർട്ടി എങ്ങനെ രക്ഷപ്പെട്ടോ? പാർട്ടി ചരിത്രത്തിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലഘട്ടമാണ് ഈ കടന്നുപോയത്. ഒരു സീറ്റ് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു ഇടതു പ്രസ്ഥാനത്തെ വലത്ത് പിടിച്ചു കെട്ടണമായിരുന്നു. ഒന്നുകൂടെ ആവർത്തിക്കും. ഇങ്ങനെ കാലുമാറണമായിരുന്നോ എന്ന്? മറ്റൊരു മാർഗമില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിച്ചത്? അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ട് സീറ്റ് ചോദിച്ചൊന്നും പോയതല്ല. എന്നാലും ഇതൊരുമാതിരി. അങ്ങനെയും പറയാം. അതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും ഈ പാർട്ടി നന്നാകുമോ? അത് കേരള പാർട്ടി ശ്രമിക്കണം. ആ ശ്രമത്തിൻ്റെ ഔട്ട്കം എന്തായിരിക്കും കാത്തിരുന്ന് കാണാം. താങ്കൾ പറയുന്നത് പലതും വ്യക്തമല്ല. താങ്കളുടെ രാഷ്ട്രീയത്തെ ഏത് ഗണത്തിൽപ്പെടുത്താം? ഇതിൻ്റെ പേര് രാഷ്ട്രീയമെന്നല്ല, ആത്മവഞ്ചന എന്നാണ്. ഇത് ആത്മവഞ്ചനയല്ല, ആത്മപ്രശംസയാണ്. അവസാനമായി ഒറ്റ ചോദ്യം, ഒരു രാഷ്ട്രീയക്കാരൻ എന്തു ചെയ്യണം? രാഷ്ട്രീയക്കാരൻ എപ്പോഴും കഴിഞ്ഞ കാലത്തിൽ ഊന്നി നിന്നുകൊണ്ടും വരുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ കാലങ്ങൾ മറക്കാൻ പാടില്ല. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ വളർച്ച മുറ്റിപ്പോകും. നന്ദി ശ്രീ ചന്ദ്രചൂഡൻ. അങ്ങയുടെ കാലുമാറ്റ സമയത്തിലെ വിലപ്പെട്ട ഭാഗം തന്ന് നാടകമേ ഉലകത്തോട് കൂറ് കാണിച്ചതിന്. മറ്റൊരിക്കൽ മറ്റൊരു പക്ഷത്ത് നിന്ന് അങ്ങ് വീണ്ടും സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഇടവേള. ഇടവേളയ്ക്ക് മുൻപ് കണ്ടത് സഖാവ് ചന്ദ്രചൂഡനെ. ഇനി കാണാം സഖാവ് ഓന്തുചൂഡനെ. മുന്നണി വിടല്, പ്രേമന്റെ സ്ഥാനാർത്ഥിയാകൽ, അതിനെ തുടർന്ന് UDF-മായുള്ള സഹകരണം, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ തീരുമാനങ്ങൾക്കൊക്കെ അകമേ പിന്തുണച്ചുകൊണ്ട് ആ തീരുമാനങ്ങളെടുത്ത യോഗങ്ങളിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ല, തീരുമാനത്തിൽ പ്രതിഷേധിച്ചില്ല. ഇത് പാർട്ടിയുടെ അംഗീകൃത തത്വങ്ങൾക്കും നയത്തിനും ഘടകവിരുദ്ധമാണ്, അംഗീകരിക്കാൻ പാടില്ല. My bear, you can eat my bear.
ശരിക്കു പറഞ്ഞാൽ ഇന്നത്തെ ഈ സമ്മേളനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഇടതുപക്ഷ ഐക്യം, ഇടതുപക്ഷ മതേതര കക്ഷികളുടെ കൂട്ടായ്മ, ഇതിനെയൊക്കെ സംബന്ധിച്ച് പഴയ നിലപാടിൽ തന്നെയാണ് കേരള യൂണിറ്റും വിശ്വസിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യം വന്നേ തീരൂ. തിരുവനന്തപുരത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? പാർട്ടി വളർന്ന് ആണും പെണ്ണും കെട്ടവരുടെ കൈകളിൽ ചെന്ന് വിട്ടപ്പോ മൂന്നാമത് എങ്ങനെയുണ്ട്? പുറകെ പോയി നോക്കി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. കോമാളി വേഷം കെട്ടുന്നതിന് വേണ്ടവർ അത് വേഷത്തിൽ മാത്രമല്ല മനസ്സിലും കൂടെ ആയാലും. സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയുടെ സെക്രട്ടറി RSP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചോ പറയുക. ഇന്ത്യയിൽ കുത്തകകൾക്കെതിരായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടും പുരോഗമനപരമായ നയങ്ങളുടെ നടപ്പാക്കലിനുമൊക്കെ ഇടതുപക്ഷ സഖ്യം ആവശ്യമാണ്. ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയാം. ഇവിടെ CPM ഉണ്ണിയുണ്ട്. ആ ഉണ്ണിയെ കണ്ടാൽ ആ പാർട്ടിയുടെ വിവരമാണ്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം, ഈ മുഖം മതിയോ? മുഖത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ പറയുന്നത്. ചങ്ങമ്പുഴ പാടിയതുപോലെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എങ്കിൽ ഈ കണ്ണാടി അപാരം, കഠോരം. അടുത്ത ദേശീയ സമ്മേളനം വരെ കേരള പാർട്ടിയുടെ ഈ തെറ്റ് ഓർത്ത് അവർ കഴിയുന്നത് വേഗം അതിൽ നിന്ന് മാറാനുള്ള ശ്രമങ്ങൾ നടത്തണം. മറക്കാനാവാത്ത മക്കാവു യാത്ര. അബ്ദുള്ളക്കുട്ടിയുടെ അത്ഭുത മികവിൽ വിരിഞ്ഞ പുസ്തകം വെളിച്ചം കണ്ടു. അത് വായിച്ച വിമർശകർ ആത്മവിമർശനത്തിന് തയ്യാറായി എന്നാണ് കേട്ടുകേൾവി. നാടകമേ ഉലകത്തിന് ഒന്നേ പറയാനുള്ളൂ: അബ്ദുള്ളക്കുട്ടി ഇനിയും യാത്ര ചെയ്യണം, പുസ്തകം എഴുതണം. രാഷ്ട്രീയത്തിൽ ഇനി വെളിച്ചം കാണാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് പുസ്തകമെങ്കിലും വെളിച്ചം കണ്ടോട്ടെ എന്ന്. ഇനി അടുത്ത ആഴ്ച നാടകമേ ഉലകം വെളിച്ചത്ത് വരാം. നമസ്കാരം. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം. നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം, നാക്കിന് താക്കം, നോക്കിനു തക്കം. ദിക്കാകെ തെറ്റി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും. തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം, നാടകമേ ഉലകം.